വെൽക്കം ടു മാസ്റ്റർ കീ അക്കാദമി. മാസ്റ്റർ കീ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാം അധ്യാപകരാകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ? അപ്പൊ നമ്മുടെ മുന്നിലുള്ള വലിയൊരു പ്രതിസന്ധിയാണ് അല്ലെ, അല്ലെങ്കിൽ വലിയൊരു കടമ്പയാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഈ ക്വാളിഫിക്കേഷൻ എക്സാമുകൾ, സെറ്റ്, നെറ്റ്, കേറ്ററ്റ് അല്ലെ, സീറ്ററ്റ്, അങ്ങനെയുള്ള ഒരുപാട് എക്സാമുകൾ. ഇപ്പൊ മാസ്റ്റർ കീ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള എല്ലാ എക്സാമുകൾക്കും ക്ലാസ്സുകൾ അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി എല്ലാം പഠിക്കുക. ഇപ്പൊ നമുക്കറിയാം, ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു എക്സാമിനും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. സൈക്കോളജി എന്ന് നമ്മൾ പറയുമ്പോൾ സൈക്കോളജിക്കകത്ത് തന്നെ 3 പാർട്ടായിട്ടാണ്. ഇപ്പൊ നമ്മൾ കേട്ടിട്ട് കാറ്റഗറി 3 എടുത്തു കഴിഞ്ഞാൽ അതിൽ സൈക്കോളജിയുടെ പാർട്ട് തന്നെ 3 പാർട്ടാണ്. അതിൽ 3ാമത്തെ പാർട്ടാണ് ഏതെന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് എന്താണ്, ബാക്കിയുള്ള എക്സാമുകളിലേക്ക് വരുമ്പോൾ, PSC എക്സാമുകളിലേക്ക് വരുമ്പോൾ ഈ ഒരു പാർട്ടാണ് എന്തുള്ളത്, നമുക്ക് കൂടുതലായിട്ട് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ടീച്ചിങ് എന്ന്. എന്താണ് ടീച്ചിങ്? നമുക്കറിയാം, നമ്മൾ എല്ലാവരും ചെയ്യുന്നത് എന്താണ്, ടീച്ചിങ് ആണ് അല്ലെ. നമ്മൾ കുറച്ച് കുട്ടികളെ മുന്നിലിരുത്തി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി മാറുന്നുണ്ട്, ടീച്ചിങ് ആയിട്ട് മാറുന്നുണ്ട്. പക്ഷേ ടെക്നിക്കലി എന്താണ് ടീച്ചിങ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ടീച്ചിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഇമ്പാർട്ടിങ് നോളജ്, സ്കിൽസ്, വാല്യൂ ടു ദ ലേണർ. ലേണറിലേക്ക് എന്തൊക്കെയാണ്, നോളജ്, സ്കില്ല്, വാല്യൂസ്, ഇവ ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ടീച്ചിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് പ്ലാനിങ്, ഓർഗനൈസിങ്, presenting and evaluating the learning expertise to help the students to achieve a specific learning objective. അപ്പോൾ അവിടെ ഓർത്ത് വെച്ച്, ടീച്ചിങ്ങിനകത്ത് എന്താണ്, പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് പ്രസന്റിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ലേണിംഗ് എക്സ്പീരിയൻസ് ടു ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ടു അച്ചീവ് എ സ്പെസിഫിക് ലേണിംഗ് ഒബ്ജക്റ്റീവ്. ഒരു സ്പെസിഫിക് ലേണിംഗ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു കുട്ടികളിലേക്ക് എന്ത് ചെയ്യാണ്, സ്കില്ലും നോളജും വാല്യൂം ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത്, ഓർഗനൈസ് ചെയ്ത്, പ്രസന്റ് ചെയ്ത്, ഇവാലുവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്, ടീച്ചിങ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ നോക്കിയേ, ഫീച്ചേഴ്സ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ആണ് ടീച്ചിങ് എന്ന് പറയുന്നത്. എന്താണ്, ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ്. എയിംസ് അറ്റ് ബ്രിങ്ങിങ് അബൌട്ട് എ ഡിസൈറബിൾ ചേഞ്ച് ഇൻ ദി ലേണേഴ്സ് ബിഹേവിയർ. ലേണറുടെ ബിഹേവിയറിനകത്ത് ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പർപ്പസ്ഫുൾ ആയി ചെയ്യുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്, ടീച്ചിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ്സ് ആൻ ഇന്ററാക്റ്റീവ് പ്രോസസ്. ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇന്ററാക്റ്റീവ് പ്രോസസ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ലേണർ. ടീച്ചറും ലേണറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ് ഏതെന്ന് പറയുന്നത്, ടീച്ചിങ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കിയേ, എന്താണ്, ഗൈഡഡ് ലേണിംഗ് ആണ് അല്ലെ. ഇവിടെ എന്താണ്, ദ ടീച്ചർ ആക്ട് ആസ് എ ഗൈഡ്. ടീച്ചർ ഇവിടെ ഒരു ഗൈഡ് പോലെ ആക്ട് ചെയ്യുകയാണ്, അല്ലെ ഒരു ഫെസിലിറ്റേറ്റർ പോലെ ആക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു മോണിറ്റർ പോലെ ആക്ട് ചെയ്യുകയാണ്, ഒരു മോട്ടിവേറ്റർ പോലെ ആക്ട് ചെയ്യുകയാണ്. അപ്പൊ ടീച്ചർ ഒരുപാട് റോളുകൾ എവിടെ നിർവഹിക്കുന്നുണ്ട്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ നിർവഹിക്കുന്നുണ്ട്. അടുത്തത് ഇതൊരു 2-way പ്രോസസ് ആണ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്, ടീച്ചിങ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു 2-way പ്രോസസ് ആണ് അല്ലെ. അതായത് ടീച്ചറും ലേണറും തമ്മിലുള്ള ഒരു 2-way പ്രോസസ് ആണ് അല്ലെ. ടീച്ചറും ലേണറും തമ്മിലുള്ള ഒരു 2-way പ്രോസസ് ആണ് ഏതെന്ന് പറയുന്നത്, ടീച്ചിങ് ലേണിംഗ് എന്ന് പറയുന്നത്. ആൻഡ് റിക്വയർസ് പ്ലാനിങ് ആവശ്യമായിട്ട് വരുന്നതാണ്. ബേസ്ഡ് ഓൺ ദി എന്താണ്, കരിക്കുലം, ലേണേഴ്സ് നീഡ്, എൻവയോൺമെന്റ്, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട്, അതായത് കരിക്കുലത്തെ ബേസ് ചെയ്തുകൊണ്ട്, ലേണറുടെ നീഡിനെ ബേസ് ചെയ്തുകൊണ്ട്, എൻവയോൺമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് കൃത്യമായി പ്ലാനിങ് ആവശ്യമായിട്ട് വരുന്ന ഒന്നും കൂടിയാണ് എന്തെന്ന് പറയുന്നത്, ടീച്ചിങ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ടീച്ചിങ് അല്ലെ.
ടീച്ചിങ്ങിന്റെ ടൈപ്പ് ആണ്. ഫോർമൽ ടീച്ചിങ് ഉണ്ട്, ഇൻഫോർമൽ ടീച്ചിങ് ഉണ്ട്, നോൺ ഫോർമൽ ടീച്ചിങ്ങും ഉണ്ട്. ഫോർമൽ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൺ ഇൻ സ്കൂള് കോളേജസ് ഫോളോവിങ് എ സിലബസ്. ഒരു സിലബസ് ഫോളോ ചെയ്തുകൊണ്ട് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ടീച്ചിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫോർമൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ഫോർമൽ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു സിലബസ് ഫോളോ ചെയ്തുകൊണ്ട് സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ കണ്ടക്ട് ചെയ്ത് മുന്നോട്ട് വരുന്ന ടീച്ചിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫോർമൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇൻഫോർമൽ ടീച്ചിങ്. ഇൻഫോർമൽ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാപ്പൻസ് അറ്റ് ദ ഹോം ഓർ അതർ ലൈഫ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നമുക്ക് വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന്, ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നൊക്കെ നമ്മൾ പല കാര്യങ്ങളും ഗെയിൻ ചെയ്തെടുക്കാറുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫോർമൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് നോൺ ഫോർമൽ ടീച്ചിങ്. നോൺ ഫോർമൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റഡ് ത്രൂ ദ ട്രെയിനിങ് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ ട്രെയിനിങ് സെന്ററുകൾ വഴി, കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ വഴിയൊക്കെ നമ്മൾ കുറച്ച് ഇൻഫർമേഷനുകൾ ഗെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെയാണ് നോൺ ഫോർമൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോണം കേട്ടോ. ടൈപ്സ് ഓഫ് ടീച്ചിങ് ഒന്ന് ഓർത്ത് വെക്കാം. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഒന്നും അല്ല കേട്ടോ, ടൈപ്സ്, ടീച്ചിങ്ങിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്, ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ടീച്ചറുടെ റോള്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. എല്ലാ തവണയും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഏരിയയിൽ നിന്ന് വരാറുണ്ട്. ടീച്ചേഴ്സ് ഒരുപാട് റോളുകൾ നിർവഹിക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടീച്ചർ റോള്. The teacher plays a important role in the education system. നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ആര് നിർവഹിക്കുന്നുണ്ട്? ടീച്ചേഴ്സ് നിർവഹിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസിങ് ആൻഡ് ഷേപ്പിംഗ് ദ ലൈഫ് ഓഫ് എ സ്റ്റുഡൻസ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് പ്രാധാന്യം വഹിക്കുന്ന, അവനെ ഷേപ്പ് ചെയ്യാനായിട്ട്, അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ടീച്ചിങ്ങിലൂടെ സംഭവിക്കാറുണ്ട് അല്ലെ. ഇൻഫ്ലുവൻസിങ് ആൻഡ് ഷേപ്പിംഗ് ദ life of the student. Their responsibilities extended beyond the mergely delivering the content. They fulfill the various roles that contributes to the holistic development of a learner. നമുക്കറിയാം ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഓവറോൾ ഡെവലപ്മെന്റ്, സ്റ്റുഡൻസിലെ ഓവറോൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ചെലുത്തുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ടീച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഒരുപാട് റോളുകൾ ആര് വഹിക്കുന്നുണ്ട്? ടീച്ചർ വഹിക്കുന്നുണ്ട്. മോട്ടിവേറ്ററുടെ റോള്, ഫെസിലിറ്റേറ്ററുടെ റോള്, ഡെമോക്രാറ്റിക് ലീഡറുടെ റോള്, ഗൈഡിന്റെ റോള്, കൗൺസിലറുടെ റോള്, മെന്ററുടെ റോള്, സോഷ്യൽ എഞ്ചിനീയറുടെ റോള്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ ഏത് റോളാണ് ടീച്ചർ നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനുകൾ വന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് പഠിച്ചു പോകാം ഏതൊക്കെയാണ് എന്നുള്ളത്. ആദ്യത്തേതാണ് ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ. ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ, അതായത് as a facilitator, teacher creates an environment that encourages the students to actively engage in learning process. ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള ഒരു റോള് വഹിക്കുന്ന സമയത്ത്, ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ എന്നുള്ള റോളാണ് ടീച്ചർ വഹിക്കുന്നതെങ്കിൽ അവിടെ ടീച്ചർ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഒരു പഠന അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ ക്രിയേറ്റ് ആൻ എൻവയോൺമെന്റ് ദാറ്റ് എൻകറേജ് ദ സ്റ്റുഡൻസ് ടു ആക്റ്റീവ്ലി എൻഗേജ് ഇൻ ലേണിംഗ് പ്രോസസ്. ലേണിംഗ് പ്രോസസ്സിൽ, പഠനത്തിൽ കുട്ടികൾക്ക് ആക്റ്റീവായിട്ട് നിൽക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ടീച്ചർ ക്രിയേറ്റ് ചെയ്തു കൊടുക്കും. ദേ ഗൈഡ് ദ ലേണേഴ്സ് to construct their own understanding and knowledge through the activities, discussions and collaborative learning. അപ്പോൾ ഇവിടെ ടീച്ചർ അവിടെ എന്ത് ചെയ്യും? ഒന്ന് ഗൈഡ് ചെയ്ത് നിൽക്കും. എന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവരവിടെ എന്ത് ചെയ്യും? കുട്ടികൾ തന്നെ ആക്ടിവിറ്റീസുകൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഡിസ്കഷനിലൂടെ, കൊളാബറേറ്റീവ് ലേണിങ്ങിലൂടെ. എന്നിട്ട് അവർ ആ പ്രോപ്പർ ആയിട്ടുള്ള നോളജ് ഗെയിൻ ചെയ്തെടുക്കും. ഇവിടെ ടീച്ചർ ഏത് റോളാണ് വഹിക്കുന്നത്? ഫെസിലിറ്റേറ്റർ എന്നുള്ള റോളാണ് വഹിക്കുന്നത്. സിറ്റുവേഷൻ മനസ്സിലാക്കി വെച്ചോണേ. ഇതിന്റെ ഒരു കീ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്, ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ എന്ന് പറയുമ്പോൾ അവിടെയുള്ള കീ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് ദ ഇന്ററാക്റ്റീവ് ആൻഡ് സ്റ്റുഡന്റ് സെന്റേർഡ് ലേണിംഗ് എക്സ്പെർട്ടൈസ് ആണ്. ഇവിടെ എങ്ങനെയാണ്? ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ ആകുമ്പോൾ അവിടെ ഒരു സ്റ്റുഡന്റ് സെന്റേർഡ് ആയിട്ടുള്ള, സ്റ്റുഡൻസിനാണ് കൂടുതൽ പ്രാധാന്യം. അവിടെ ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള, സ്റ്റുഡന്റ് സെന്റേർഡ് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ക്രിയേറ്റ് ആകുന്നത്. അതുപോലെ എൻകറേജ് ചെയ്യുന്നുണ്ട്, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ
തിങ്കിങ്ങിനെയും പ്രോബ്ലം സോൾവിങ്ങിനെയൊക്കെ എൻകറേജ് ചെയ്യുന്ന ഒന്നാണ് ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ. ആൻഡ് പ്രൊവൈഡ് ദ റിസോഴ്സസ് ആൻഡ് സപ്പോർട്ട് ദ ഇൻഡിപെൻഡന്റ് ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ റിസോഴ്സുകൾ, പ്രോപ്പർ ആയിട്ടുള്ള റിസോഴ്സുകളൊക്കെ കൊടുത്ത് ഇൻഡിപെൻഡന്റ് ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഗനൈസിങ് എ ഗ്രൂപ്പ് പ്രോജക്ട്, ഒരു ഗ്രൂപ്പ് പ്രോജക്ട് ഓർഗനൈസ് ചെയ്യും, വേർ ദ സ്റ്റുഡൻസ് റിസർച്ച് ആൻഡ് പ്രസന്റ് എ ടോപ്പിക് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ദ പിയർ ടു പിയർ ലേണിംഗ്. ഇവിടെ ഏതാണ് ഇത് ഇതിന് ഉദാഹരണമാണ് നമ്മളുടെ ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ, അല്ലെ? ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴുള്ള ഒരു ഉദാഹരണമാണ്, ഓർത്ത് വെച്ചാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ടീച്ചർ ആസ് എ മെന്റർ. ടീച്ചർ ആരായിട്ടാണ്? ഒരു മെന്റർ ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. ദ മെന്ററിംഗ് റോൾ, ടീച്ചർ ഒരു മെന്ററിംഗ് റോൾ ചെയ്യുമ്പോഴാണ് എങ്ങനെയാണ്? ടീച്ചർ പ്രൊവൈഡ് ദ ഗൈഡൻസ്, സപ്പോർട്ട് ആൻഡ് അഡ്വൈസ് ദ സ്റ്റുഡൻസ് ഓൺ അക്കാദമിക്, പേഴ്സണൽ ആൻഡ് കരിയർ റിലേറ്റഡ് മാറ്റേഴ്സ്. അതായത് ലേണേഴ്സിന്റെ, പീപ്പിളിന്റെ, കുട്ടികളുടെ എന്തൊക്കെയാണ് അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള അക്കാദമിക് ആയിട്ടുള്ള, പേഴ്സണൽ ആയിട്ടുള്ള, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ ടീച്ചർ എന്ത് കൊടുക്കുകയാണ്? അഡ്വൈസസുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ്, അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുകയാണ് എങ്കിൽ അവിടെ ടീച്ചർ ചെയ്യുന്ന റോൾ ഏതാണ്? മെന്റർ എന്നുള്ള റോളാണ് ചെയ്യുന്നത്. ടീച്ചർ മെന്ററിംഗ് റോള്, ടീച്ചർ പ്രൊവൈഡ്സ് ദ ഗൈഡൻസ്, സപ്പോർട്ട് ആൻഡ് അഡ്വൈസ് ടു ദ സ്റ്റുഡൻസിന് അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യാണ്. എന്തിനാണ്? അക്കാദമിക് ആയിട്ടുള്ള, പേഴ്സണൽ ആയിട്ടുള്ള, കരിയർ റിലേറ്റഡ് മാറ്റേഴ്സ്. They build trusting relationship with that helps the students to navigate the challenges and make the informed decision. അതായത് ഇവിടെ എന്താണ്? ടീച്ചറുമായിട്ട് ഒരു ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതിലൂടെ സ്റ്റുഡൻസിനെ പ്രോപ്പർ ആയിട്ട് നാവിഗേറ്റ് ചെയ്ത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ എടുത്ത് നല്ലൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കി എടുക്കാനായിട്ട് ടീച്ചർ ഈ മെന്റർ എന്നുള്ള ഒരു റോള് വഹിക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റീസ് വരുന്ന ഓഫറിംഗ് ദ പേഴ്സണലൈസ്ഡ് സപ്പോർട്ട്സ് ആൻഡ് ഫീഡ്ബാക്ക്. അവിടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടും ഫീഡ്ബാക്കും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഹെൽപ്പിംഗ് ദ സ്റ്റുഡൻസ് ടു സെറ്റ് ആൻഡ് അച്ചീവ് ദ ഗോൾസ്. അതായത് ഒരു ഗോള് സെറ്റ് ചെയ്ത് വെക്കാനും അത് അച്ചീവ് ചെയ്യിപ്പിച്ചെടുക്കാനും സാധിക്കും. അവളുടെ സെർവിങ്സ് ആസ് ദ കോൺഫിഡൻസ് ആൻഡ് അഡ്വൈസ്. അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള അഡ്വൈസസുകളൊക്കെ കിട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇവിടെ നോക്കി, അസിസ്റ്റിംഗ് എ സ്റ്റുഡൻസ് ടു സെലക്ടിങ് ദ അപ്രോപ്രിയേറ്റ് സബ്ജക്റ്റ്. ഏത് സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം, ഏത് കരിയർ പാത്ത് യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ അഡ്വൈസ് കൊടുക്കുകയും അവരുടെ ഇൻട്രസ്റ്റും സ്ട്രെങ്തും അനുസരിച്ച് അവർക്ക് ഏതാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള അഡ്വൈസ് കൊടുക്കുന്നതിനെയാണ് ഇതിനകത്ത് പറയുന്നത് ടീച്ചർ ആസ് എ മെന്റർ എന്നുള്ള റോളിൽ വരുന്നത്. അടുത്താണ് ടീച്ചർ ആസ് എ നോളജ് പ്രൊവൈഡർ. ടീച്ചർ ആസ് എ നോളജ് പ്രൊവൈഡർ. ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു നോളജ് പ്രൊവൈഡർ ആണ്. ടീച്ചർ impart the knowledge and the information in their subject area, ensuring that the students acquire the necessary facts, concept and skills. Teacher impart the knowledge. Teacher എന്ത് ചെയ്യുന്നുണ്ട്? നോളജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് to their subject areas, ensuring that the students acquire the unnecessary ഫാക്ട്സ്, കോൺസെപ്റ്റ് ആൻഡ് സ്കിൽസ്. ഇവിടെ ഈ ടീച്ചർ ഒരു നോളജ് പ്രൊവൈഡർ എന്ന് പറയുമ്പോൾ ടീച്ചർ ഇവിടെ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? നോളജ് പ്രൊവൈഡ് ചെയ്യാണ്. അവരുടെ സബ്ജക്റ്റ് ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോളജുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. കാഡിക്കേറ്റ് ആയിട്ടുള്ള, പ്രോപ്പർ ആയിട്ടുള്ള നോളജ്, ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി, ആ ഒരു സ്കില്ലിനെ പറ്റിയൊക്കെ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് ആ സബ്ജക്ട് നോളജ് എത്തിച്ചു കൊടുക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ടീച്ചർ ആസ് എ നോളജ് പ്രൊവൈഡർ എന്നുള്ള റോളിൽ ചെയ്യുന്നത്. പ്രസന്റിംഗ് ദ കരിക്കുലം കണ്ടന്റ് ക്ലിയർലി ആൻഡ് എഫക്റ്റീവ്ലി. ടീച്ചർ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രസന്റ് ചെയ്യുന്നുണ്ട് കരിക്കുലം കണ്ടന്റ് വളരെ ക്ലിയർ ആയിട്ടും എഫക്റ്റീവ്ലി. ആൻഡ് സ്റ്റഡിങ് അപ്ഡേറ്റഡ് വിത്ത് ദ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ഇൻ ദ ഫീൽഡ്. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന അപ്ഡേറ്റഡ് ഈ കരിക്കുലം കണ്ടന്റിനകത്ത് വന്നേക്കുന്ന അപ്ഡേറ്റുകളും അതിൻ്റെ ഡെവലപ്മെന്റ്സും ഒക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കുട്ടികളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ യൂസിങ് ദ വേരിയസ് ടീച്ചിങ് മെത്തേഡ്സ് ടു കാറ്റർ ദ ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേണിംഗ് സ്റ്റൈലുകൾ മനസ്സിലാക്കി, കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈലുകൾ മനസ്സിലാക്കി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡുകൾ യൂസ് ചെയ്ത് ഈ കരിക്കുലം കണ്ടന്റ് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ടീച്ചർ ആസ് എ നോളജ് പ്രൊവൈഡർ എന്നുള്ള റോളിൽ. ആൻഡ് ഡെലിവറിങ് ദ ലെക്ചർ സപ്ലിമെന്റ്സ് വിത്ത് ദ മൾട്ടിമീഡിയ പ്രസന്റേഷനിലൂടെ എന്ത് ചെയ്യാണ്? കുട്ടികളിലേക്ക് ഒരു ലെക്ചർ കണ്ടന്റ് ഒക്കെ എത്തിക്കുന്നതൊക്കെ ഇതിന് ഉദാഹരണമാണ് ടീച്ചർ ആസ് എ നോളജ് പ്രൊവൈഡർ എന്നുള്ള റോളിൽ ഉദാഹരണമാണ്. ഇനി അടുത്താണ് ടീച്ചർ ആസ് എ കൗൺസിലർ. ടീച്ചർ ഏത് റോളിൽ നിർവഹിക്കുന്നുണ്ട്? കൗൺസിലർ എന്നുള്ള റോള് നിർവഹിക്കുന്നുണ്ട്. ടീച്ചർ ഓഫർ ആക്ട് ആസ് എ കൗൺസിലർ
അഡ്രസ്സിങ് ദ ഇമോഷണൽ ആൻഡ് സോഷ്യൽ നീഡ് ഓഫ് ദി സ്റ്റുഡൻസ്. ടീച്ചർ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ ഇമോഷണൽ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടും നിൽക്കാറുണ്ട്. അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസിലൊക്കെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ടീച്ചർ ഓഫർ ആക്ട് ആസ് എ കൗൺസിലർ അഡ്രസ്സിങ് ദ ഇമോഷണൽ ആൻഡ് സോഷ്യൽ നീഡ് ഓഫ് ദി സ്റ്റുഡൻസ്. ദേ ഹെൽപ്സ് ടു ദ ലേണേഴ്സ് ടു നീഡ് വിത്ത് പേഴ്സണൽ ഇഷ്യൂസ്, സ്ട്രെസ് ആൻഡ് എന്താണ് ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ്. ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിനകത്തും അവരുടെ സ്ട്രെസ്സിനകത്തും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസിനും ഒക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ടീച്ചർ ശ്രമിക്കുമ്പോൾ അവിടെ ടീച്ചർ ഏത് റോളാണ് നിർവഹിക്കുന്നത്? ടീച്ചർ ആസ് എ കൗൺസിലർ എന്നുള്ള റോളാണ് നിർവഹിക്കുന്നത്. റെക്കഗ്നൈസിങ് ആൻഡ് അഡ്രസ്സിങ് ദ സ്റ്റുഡൻസ് ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ പ്രോബ്ലംസ്. കുട്ടികളുടെ ബിഹേവിയറൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലത്തിനെ ടീച്ചർ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ടീച്ചർ അവിടെ എന്താണ്? ടീച്ചർ ആസ് എ കൗൺസിലർ എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ആൻഡ് പ്രൊവൈഡിങ് എ സപ്പോർട്ട് ഡ്യൂറിങ് ദ ഡിഫിക്കൽട്ട് ടൈം. അവരുടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടൈമിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്? റെഫറിങ് ദ സ്റ്റുഡൻസ് ടു ദ പ്രൊഫഷണൽ കൗൺസിലേഴ്സ്. അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള കൗൺസിലേഴ്സിന് നെസസറി ആണ്. ഈ കുട്ടിക്ക് എന്താണ് നമ്മുടെ കയ്യിൽ നിൽക്കില്ല എങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കൗൺസിലർ അടുത്തേക്ക് പോകണം, അങ്ങനെയുള്ള കാര്യം ഉണ്ടെങ്കിൽ അവിടെ സജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ടീച്ചർ ആസ് എ കൗൺസിലർ എന്നുള്ള ഒരു റോളാണ് ടീച്ചർ നിർവഹിക്കുന്നത്. കണ്ടക്ടിങ് എ 1-to-1 സെക്ഷൻ ടു ഹെൽപ്സ് ദ സ്റ്റുഡൻസ് ടു കോപ്പ് വിത്ത് എക്സാം ആങ്സൈറ്റി. എക്സാം ആങ്സൈറ്റി കുറയ്ക്കാനായിട്ട് സ്റ്റുഡൻസിന് 1-to-1 ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ സെക്ഷൻ ഒക്കെ ടീച്ചർ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ടീച്ചർ അവിടെ എന്താണ്? ആസ് എ കൗൺസിലർ എന്നുള്ള റോളാണ് നിർവഹിക്കുന്നത്. അടുത്താണ് ടീച്ചർ ആസ് ആൻ ഇവാലുവേറ്റർ. ടീച്ചർ ആസ് ആൻ ഇവാലുവേറ്റർ. ടീച്ചർ ഇവാലുവേറ്റർ എന്നുള്ള ഒരു റോൾ നിർവഹിക്കുന്നുണ്ട്. ഇവാലുവേഷൻ ഈസ് എ ക്രിട്ടിക്കൽ റോള് വേർ ദ ടീച്ചർ ആക്സസ് ആൻഡ് മെഷർ ദ സ്റ്റുഡൻസ് ലേണിംഗ് പ്രോഗ്രസ് ആൻഡ് ഔട്ട്കംസ് ത്രൂ ദ വേരിയസ് ഫോംസ് ഓഫ് അസസ്മെന്റ്. ടീച്ചർ നിർവഹിക്കേണ്ട മറ്റൊരു റോളാണ് ഇവാലുവേറ്റർ എന്ന് പറയുന്നത്. അതായത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവർക്ക് എത്രത്തോളം മനസ്സിലായി അല്ലെങ്കിൽ അവർ എത്രത്തോളം ഗ്രാസ്പ് ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ ടീച്ചർ അവിടെ എന്ത് നടത്തണം? ഇവാലുവേഷൻ നടത്തണം. അതിന് വേരിയസ് ആയിട്ടുള്ള അസസ്മെന്റുകൾ ഉണ്ട്. ആ അസസ്മെന്റുകൾ നടത്തി കുട്ടികളുടെ പ്രോഗ്രസ് മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ ടീച്ചർ അവിടെ നിർവഹിക്കുന്ന റോൾ എന്താണ്? ടീച്ചർ ആസ് ആൻ ഇവാലുവേറ്റർ. ഇവാലുവേഷൻ ഈസ് എ ക്രിട്ടിക്കൽ റോൾ വേർ ദ ടീച്ചേഴ്സ് ആക്സസ് ആൻഡ് മെഷർ ദ സ്റ്റുഡൻസ് ലേണിംഗ് പ്രോഗ്രസ്. സ്റ്റുഡൻസിന്റെ ലേണിംഗ് പ്രോഗ്രസ് മനസ്സിലാക്കാൻ വേണ്ടി ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ടീച്ചർ നിർവഹിക്കുന്ന റോൾ എന്താണ്? ടീച്ചർ ആസ് ആൻ ഇവാലുവേറ്റർ. ഡിസൈനിങ് ആൻഡ് എന്താണ്? അഡ്മിനിസ്ട്രേറ്റിംഗ് ടെസ്റ്റ്, ക്വിസസ്, അസൈൻമെന്റ് ടെസ്റ്റുകൾ, ക്വിസസുകൾ, അസൈൻമെന്റുകളൊക്കെ നടത്തി കുട്ടികളുടെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് ടീച്ചേഴ്സ് മനസ്സിലാക്കാറുണ്ട്. അതുപോലെ പ്രൊവൈഡിങ് എ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ടു പ്രൊമോട്ട് ദ ഇംപ്രൂവ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ നൽകാറുണ്ട്. അനലൈസിങ് ദ അസസ്മെന്റ് ഡേറ്റ ടു ഇൻഫോം ദ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്. അതായത് ഇവർ അനലൈസ് നടത്തി കുട്ടികളുടെ പോരായ്മകൾ മനസ്സിലാക്കി അത് മാറ്റാനുള്ള സ്ട്രാറ്റജീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ടീച്ചർ നിർവഹിക്കുന്ന റോൾ എന്താണ്? ടീച്ചർ ആസ് ആൻ ഇവാലുവേറ്റർ അല്ലേ? ഗ്രേഡിംഗ് ദ എസ്സേസ് ആൻഡ് പ്രൊവൈഡിംഗ് ദ ഡീറ്റെയിൽഡ് കമന്റ്സ് ടു ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ടു ഇംപ്രൂവ് ദെയർ റൈറ്റിംഗ് സ്കിൽസ്. അതായത് കുട്ടികളുടെ എസ്സേസ് നോക്കി എസ്സേക്കകത്ത് അതിന് ഗ്രേഡ് ഇട്ട് അതിനൊരു കമന്റും കൂടി കൊടുത്ത് എങ്ങനെ അവർക്ക് ഇംപ്രൂവ് ചെയ്യാന്നുള്ള അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ടീച്ചർ ആസ് ആൻ ഇവാലുവേറ്റർ എന്നുള്ള റോളാണ് അവിടെ നിർവഹിക്കുന്നത്. അടുത്ത നോക്കിയ ടീച്ചർ ആസ് എ മോട്ടിവേറ്റർ. ടീച്ചർ ആസ് എ മോട്ടിവേറ്റർ. ടീച്ചർ ഇൻസ്പയർ ആൻഡ് മോട്ടിവേറ്റ് ദ സ്റ്റുഡൻസ് ടു അച്ചീവ് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ ബൈ forecasting the enthusiasm and positive attitude towards the learning. ഇപ്പോൾ ടീച്ചേഴ്സ് ചെയ്യേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, നിങ്ങൾക്ക് ആണെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ അറ്റൻഷൻ സീക്കിംഗ് ഉള്ള കുട്ടികളൊക്കെ ഉണ്ട് വളരെയധികം ക്ലാസ്സിലൊക്കെ ഇരിക്കും. അവർക്കൊക്കെ മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ഇങ്ങനെ കയറി വരുന്ന ആളുകളുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ BEd കോളേജുകളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പഠിപ്പിക്കാറുണ്ട് മോട്ടിവേഷൻ വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷെ അവിടെ ഇരിക്കുന്ന അധ്യാപകരായിരിക്കും പലപ്പോഴും എന്ത് ചെയ്യുന്നത്? ഈ മോട്ടിവേഷൻ കൊടുക്കാതെ. ഇപ്പം ഞാൻ പഠിച്ചൊരു കോളേജുണ്ട്. ഞാൻ പഠിച്ചത് എറണാകുളത്തോട്ട് പോകുന്ന വഴി പൂത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടുത്തെയൊക്കെ അധ്യാപകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കിപ്പോൾ സെറ്റ് ക്വാളിഫൈഡ് ആയി, നെറ്റ് ക്വാളിഫൈഡ് ആയി, ഈ കുട്ടികളെ ഒന്നും വിളിച്ച് എൻകറേജ് ചെയ്യത്തില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് അന്നേരം ഇതൊന്നും വലിയ കാര്യമായിട്ട് തോന്നത്തില്ലായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ആദ്യത്തെ എഴുത്തിൽ തന്നെ എന്താണ് കേറ്ററ്റ്, സെറ്റ്, സീറ്ററ്റ് ഒക്കെ ക്ലിയർ ചെയ്ത ആളുകളാണ്. പക്ഷെ നമ്മളെ ഒന്നും അവിടെ എന്ത് ചെയ്തില്ല, ഇങ്ങനെ ഒന്ന് വിളിച്ച് നിർത്തുകയോ മോട്ടിവേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ബാക്കിയുള്ള പിള്ളേർക്കും അതൊരു പ്രചോദനമാകത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ 1-2 കിട്ടുന്ന ആളുകളെ അത് മോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ള കുട്ടികൾക്കും അതൊരു പ്രചോദനമാണ്. അങ്ങനെയൊന്നും പല അധ്യാപകരും അവിടെ ചെയ്തില്ല. പിന്നെ നമ്മൾ ലാസ്റ്റൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ നമ്മളത് പറഞ്ഞിരുന്നു, BEd കോളേജുകളിൽ മോട്ടിവേഷൻ കൊടുക്കണമെന്ന് പഠിപ്പിച്ചാലും അവിടുത്തെ അധ്യാപകർ അത് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ റിവ്യൂവിൻ്റെ സമയത്തൊക്കെ സംസാരിച്ചു. അപ്പോൾ ശരിക്കും എന്താണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ടീച്ചർമാരുടെ ഒരു മെയിൻ ആയിട്ടുള്ള റോളാണ് മോട്ടിവേഷൻ. ഒരു കുട്ടി ക്ലാസ്സിൽ ആൻസർ പറയുന്നുണ്ട് എങ്കിൽ അവനെ മോട്ടിവേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അവന് എന്താണ് വേണ്ട ഒരു അപ്രീസിയേഷൻ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കൊടുക്കുമ്പോൾ മാത്രമാണ് ബാക്കി
ബാക്കിയുള്ളവർക്ക് ആ ഒരു അപ്രീസിയേഷൻ കിട്ടണം എന്നുള്ള രീതിയിൽ അവർ മോട്ടിവേറ്റ് ചെയ്ത് വരണത്. അപ്പം എന്താണ് ടീച്ചർ ചെയ്യേണ്ട വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് എന്ന് പറയുന്നത് മോട്ടിവേറ്റർ എന്ന് പറയുന്നത്. ടീച്ചർ ഇൻസ്പയർ ആൻഡ് മോട്ടിവേറ്റ് ദ സ്റ്റുഡൻസ് ടു അച്ചീവ് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ ബൈ എന്താണ് ഫാസ്റ്ററിങ് ദ enthusiasm ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ലേണിംഗ്. ആൻഡ് ദെൻ അടുത്തത് നോക്കിയേ, ഇവിടെ എന്താ അന്നേരം ടീച്ചർ ഒരു മോട്ടിവേറ്റർ എന്നുള്ള റോളിൽ എന്തൊക്കെയാണ്? എൻകറേജിങ് ദ സ്റ്റുഡൻസ് ടു സെറ്റ് ദ ഹൈ എക്സ്പെക്ടേഷൻ ഫോർ ദംസെൽഫ്. അതായത് എന്താണ്, അവർക്കൊരു ഹൈ എക്സ്പെക്ടേഷൻ ഉണ്ട്, നിന്നിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, നീ ഇത്രയും ഡെവലപ്പ് ആകണം, അവന് പറ്റും എന്നുള്ള ഒരു തോന്നൽ അവനിലേക്ക് ക്രിയേറ്റ് ചെയ്യിക്കണം. അതുപോലെ തന്നെ റെക്കഗ്നൈസിങ് ആൻഡ് സെലിബ്രേറ്റിംഗ് ദ സ്റ്റുഡൻസ് അച്ചീവ്മെന്റ്സ്, സ്റ്റുഡൻസിന്റെ അച്ചീവ്മെന്റ്സ് റെക്കഗ്നൈസ് ചെയ്യുകയും അത് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യണം. ആൻഡ് ക്രിയേറ്റിംഗ് ദ സപ്പോർട്ടീവ് ആൻഡ് എൻകറേജിങ് ദ ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ. അതായത് എന്താണ്, ക്രിയേറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ക്ലാസ് റൂം എൻവയോൺമെന്റിൽ കുട്ടികളെ എപ്പോഴും അവർക്ക് എന്താണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആക്കി മാറ്റണം എന്ന് പറയുന്നത് ക്ലാസ് റൂം എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കി എന്താണ് ഷാർപ്പിംഗ് ദ ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെന്റ് കുട്ടികളിലേക്കൊക്കെ എത്തിക്കാനായിട്ട് ടീച്ചർ നോക്കുന്നുണ്ട് എങ്കിൽ അവിടെ ടീച്ചർ ആസ് എ മോട്ടിവേറ്റർ. അടുത്ത് നോക്കി ടീച്ചർ ആസ് എ ലീഡർ. ടീച്ചർ ഒരു ലീഡർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ടീച്ചർ ഇൻസ്പയർ ആൻഡ് മോട്ടിവേറ്റ് ദ സ്റ്റുഡൻസ് ടു അച്ചീവ് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ ബൈ ഫാസ്റ്ററിംഗ് ദി enthusiasm ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദി ലേണിംഗ്. അതായത് എന്താണ്, ടീച്ചർ ലേൺ എന്നുള്ള ടീച്ചർ കുട്ടികളെ ഇൻസ്പയർ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് അവരുടെ ഫുൾ പൊട്ടൻഷ്യലും പുറത്തെടുവിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണം. അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് കുട്ടികളിലേക്ക് ക്രിയേറ്റ് ചെയ്യിക്കാനും ഒരു ലീഡർ എന്ന പോലെ ടീച്ചറെ കണ്ട് ടീച്ചർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്തായിരിക്കണം, പോസിറ്റീവ്ലി അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരിക്കണം. സെറ്റിംഗ് എ ക്ലിയർ ആൻഡ് എക്സ്പെക്ടേഷൻ ആൻഡ് ഒരു സ്റ്റാൻഡേർഡ്, ഒരു ക്ലിയർ ആയിട്ടുള്ള ഗോള്, ഒരു എക്സ്പെക്ടേഷൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മേക്ക് ദ ഇൻഫോംഡ് ഡിസിഷൻ about the benefits of the students learning. അതായത് ഈ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാമാണ് നിനക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നത്. ഇപ്പൊ നമ്മളിപ്പോൾ ഇന്ന് ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനുകൾ കിട്ടും. ആ ക്വസ്റ്റ്യനുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാർക്ക് നിങ്ങൾക്ക് ഒരു മാർക്കിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മാർക്കിൽ അത്രയും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ആ കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അതുപോലെ ലേണിംഗ് ഇനിഷ്യേറ്റീവ് ആൻഡ് പ്രൊജക്ട്സ് ദാറ്റ് എൻഹാൻസ് ദ എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അടുത്ത നോക്കിയാൽ ടീച്ചർ ആസ് എ റോൾ മോഡൽ. ടീച്ചർ ആരായിരിക്കണം, ഒരു റോൾ മോഡൽ ആയിരിക്കണം, സ്റ്റുഡൻസിന്റെ ഒരു റോൾ മോഡൽ ആയിരിക്കണം. ടീച്ചർ exemplify the behaviors, attitudes and various values that the students are imitate and they demonstrate the professionalism, integrity and കുട്ടികൾക്ക് ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതി, അല്ലെ കുട്ടികൾക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചർ ഇങ്ങനെയാണ്. ഇപ്പം ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച അഞ്ജന എന്ന് പറഞ്ഞിട്ടൊരു മിസ്സുണ്ട്, PGM കോളേജ് കങ്ങഴയിൽ അഞ്ജന എന്ന് പറഞ്ഞിട്ട് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിപ്പിച്ച ഒരു മിസ്സാണ്. വളരെ കുറച്ച് നാൾ മാത്രമാണ് മിസ്സ് വന്നിരുന്നത്. പക്ഷേ പുള്ളിക്കാരി നല്ല എഫക്റ്റീവ് ആയിട്ടാണ് പഠിപ്പിച്ചിരുന്നത്. നമ്മൾ പഠിപ്പിച്ച സമയത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ മിസ്സിനെ ഓർക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു റോൾ മോഡലാണ്. അങ്ങനെ ആകാനായിട്ട് ടീച്ചർക്ക് പറ്റണം എന്നുള്ളതാണ് പറയുന്നത്. ടീച്ചർ ആസ് എ റോൾ മോഡൽ എന്നാണ്, ഒരു പ്രൊഫഷണലി അല്ലെങ്കിൽ ഒരു ഇന്റഗ്രിറ്റിയിലും ഒരു എത്തിക്കൽ ആയിട്ടുള്ള കണ്ടക്റ്റിലൂടെയൊക്കെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ടീച്ചർക്ക് പറ്റണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഡെമോൺസ്ട്രേറ്റിംഗ് ദ റെസ്പെക്ട്സ് ദ എംപതി, ഫെയർനെസ്, ഇതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റണം ടീച്ചറിലൂടെ. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റണം ടീച്ചറിന്. അതുപോലെ ഒരു പോസിറ്റീവ് ബിഹേവിയറും ആറ്റിറ്റ്യൂഡും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ, അല്ല ഒരു എത്തിക്കൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ടീച്ചർ വഹിക്കുന്ന റോൾ എന്ന് പറയുന്നത് ടീച്ചർ ആസ് എ റോൾ മോഡൽ. അടുത്ത നോക്കിയാൽ ടീച്ചർ ആസ് എ റിസോഴ്സ് ഡെവലപ്പർ. ടീച്ചർ ഒരു റിസോഴ്സ് ഡെവലപ്പർ ആയിരിക്കണം. എങ്ങനെയാണ്, ടീച്ചർ ക്രിയേറ്റ് എഡ്യൂക്കേഷൻ, ഒരുപാട് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസും റിസോഴ്സുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് എങ്കിൽ, അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ പഠിപ്പിക്കണമെങ്കിൽ ആ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റിസോഴ്സുകളും മെറ്റീരിയൽസും എല്ലാം കളക്ട് ചെയ്ത് എഫക്റ്റീവായിട്ട് ആ ലേണിംഗ് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യിക്കാനായി ടീച്ചർ നോക്കുന്നുണ്ടെങ്കിൽ ടീച്ചർ ആരാണ്, ആസ് എ റിസോഴ്സ് ഡെവലപ്പറാണ്. ഡെവലപ്പിംഗ് ദ ലെസൺ പ്ലാന്, വർക്ക്ഷീറ്റ്, ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ടീച്ചർ. എന്തിനു വേണ്ടിയാണ്, ആ പർട്ടിക്കുലർ ഏരിയ വളരെ എഫക്റ്റീവായിട്ട് എടുത്തു കൊടുക്കണം അതിനുവേണ്ടി. അപ്പം ഇൻ്റഗ്രേറ്റിംഗ് ദ ടെക്നോളജി ആൻഡ് മൾട്ടിമീഡിയ റിസോഴ്സസ് ഇൻ ടു ലേണിംഗ്, അഡോപ്റ്റിംഗ് ദ റിസോഴ്സസ് ടു മീറ്റ് ദ അഡ്വേഴ്സ് ലേണിംഗ് നീഡ്സ്. അപ്പം ഇങ്ങനെ എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസ്, എല്ലാ തരത്തിലുള്ള റിസോഴ്സുകളും ഒക്കെ കൊണ്ടുവന്ന് എഫക്റ്റീവായിട്ട് ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ ടീച്ചർ നോക്കുന്നുണ്ട് എങ്കിൽ അവിടെ ടീച്ചർ ആസ് എ റിസോഴ്സ് ഡെവലപ്പർ ആണ്.
ഇനി നോക്കിയാൽ ടീച്ചർ ആസ് എ മാനേജർ. ടീച്ചർ ഒരു മാനേജർ ആകുന്നത് എങ്ങനെയാണ്? ദ മാനേജീരിയൽ റോളും ആര് നിർവഹിക്കുന്നുണ്ട്? ടീച്ചർ നിർവഹിക്കുന്നുണ്ട്. അതായത് ക്ലാസ്സിനെ പ്രോപ്പർ ആയിട്ട് ഓർഗനൈസ് ചെയ്ത് ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്ത് ടൈമിലും റിസോഴ്സുകളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ അവിടെ ടീച്ചർ എന്താണ്? മാനേജർ എന്നുള്ള ദ മാനേജീരിയൽ റോൾ. ടീച്ചർ ഓർഗനൈസസ് ദ മാനേജ് ദ ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, ടൈം, റിസോഴ്സസ് ടു ക്രിയേറ്റ് ദ എഫക്റ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ്. ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പാകത്തിന് ക്ലാസ് റൂം ആക്ടിവിറ്റീസ് എല്ലാം മാനേജ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഓർഗനൈസ് ചെയ്ത് കണ്ടക്ട് ചെയ്താണ് പോകുന്നതെങ്കിൽ ടീച്ചർ അവിടെ ഏത് റോളാണ് നിർവഹിക്കുന്നത്? ടീച്ചർ ആസ് എ മാനേജർ എന്നുള്ള റോളാണ് നിർവഹിക്കുന്നത്. അതായത് എക്സ്റ്റാബ്ലിഷിംഗ് ആൻഡ് റീഫോംസ് ദ ക്ലാസ് റൂം റൂൾസ് ആൻഡ് പ്രൊസീജിയർ. ക്ലാസ് റൂം റൂളുകളും പ്രൊസീജിയറുകളും ഒക്കെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുക, അതുപോലെ ടൈം മാനേജ് ചെയ്യുക, എഫക്റ്റീവ്ലി ടൈം മാനേജ് ചെയ്യുക, പ്രോപ്പറായിട്ട് കരിക്കുലം കവർ ചെയ്യുന്ന രീതിയിൽ ടൈം മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് ഓർഗനൈസ് ദ ക്ലാസ് റൂം ലേ ഔട്ട് ആൻഡ് റിസോഴ്സസ് ഒപ്റ്റിമൽ ലേണിംഗ്. അതായത് മാക്സിമം ലേണിംഗ് കിട്ടുന്ന രീതിയിൽ ക്ലാസ് റൂം അറേഞ്ച് ചെയ്യുക, ലേ ഔട്ടും അതുപോലെ റിസോഴ്സുകളും ഒക്കെ അറേഞ്ച് ചെയ്യുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ ടീച്ചർ നിർവഹിക്കുന്ന റോൾ ഏതാണ്? ടീച്ചർ ആസ് ഏത് റോളാണ്? ടീച്ചർ ആസ് എ മാനേജർ അല്ലേ? ആസ് എ മാനേജർ എന്നുള്ള റോളാണ്. അടുത്ത നോക്കിയേ ടീച്ചർ ആസ് എ ഗൈഡ്. ടീച്ചർ ആസ് എ ഗൈഡ്. The teacher guide the students through the learning process. Learning process teacher ഒരു ഗൈഡ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഹെൽപ്പിംഗ് ദം എക്സ്പ്ലോർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ കോംപ്ലക്സ് കോൺസെപ്റ്റ്. കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനായിട്ട് അവരെ എൻകറേജ് ചെയ്ത് ടീച്ചർ ജസ്റ്റ് അതിനൊരു ഗൈഡായിട്ട് സപ്പോർട്ടായിട്ട് മാത്രം നിൽക്കുകയാണ് എങ്കിൽ അതിനെയാണ് ടീച്ചർ ആസ് എ ഗൈഡ് എന്ന് പറയുന്നത്. പ്രൊവൈഡ് ദ ഡയറക്ഷൻ ആൻഡ് സപ്പോർട്ട് ഡ്യൂറിംഗ് ദ ലേണിംഗ് പ്രോസസ്സ്. ലേണിംഗ് പ്രോസസ്സിൽ എന്താണ്? ഡയറക്ഷനും സപ്പോർട്ടും മാത്രമാണ് ടീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. എൻകറേജിങ് ദ എക്സ്പ്ലോറേഷൻ ആൻഡ് എൻക്വയറി ബേസ്ഡ് ലേണിംഗ്. ഇവിടെ എന്താണ്? ഇൻഡിപെൻഡന്റ് ആയിട്ട് കുട്ടികൾ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അവർ എൻക്വയറി ബേസ്ഡ് ലേണിങ്ങിനെയാണ് എന്ത് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ഹെൽപ്പിംഗ് ദ സ്റ്റുഡൻസ് ടു കണക്ട് ദ ന്യൂ നോളജ് വിത്ത് എക്സിസ്റ്റിംഗ് അണ്ടർസ്റ്റാൻഡിങ്. എക്സിസ്റ്റ് ചെയ്തേക്കുന്ന നോളജും ന്യൂ നോളജും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടൊക്കെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗൈഡിങ് ദ സ്റ്റുഡൻസ് ത്രൂ എ സയൻസ് എക്സ്പെരിമെന്റ് ബൈ ആസ്കിംഗ് ദ പ്രോബ്ലിംഗ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് ടീച്ചർ എന്ത് ചെയ്യാണ്? ഇങ്ങനെ പ്രോബിങ് ചെയ്തുകൊണ്ടിരിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ച് ആ കുട്ടികളെ കൊണ്ട് തന്നെ അതെന്ത് ചെയ്യാണ്? ചെയ്യിപ്പിച്ചെടുക്കുകയാണ് എങ്കിൽ അവിടെ എന്നാൽ ടീച്ചർ ആസ് എ ഗൈഡ് എന്നുള്ള റോളാണ് നിർവഹിക്കുന്നത്. അടുത്ത നോക്കിയാൽ ടീച്ചർ ആസ് എ ലേണർ. ടീച്ചർ ആസ് എ ലേണർ എന്നുള്ളതാണ്. ദ എഫക്റ്റീവ് ടീച്ചർ റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ടു ഇംപ്രൂവ് ദെയർ ടീച്ചിങ് പ്രാക്ടീസ്. അപ്പോൾ എപ്പോഴും എന്താണ്? ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചർ ആണെങ്കിൽ എപ്പോഴും അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹത്തിന്റെ നോളജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് പുതിയ എന്താണ് ഇപ്പം പുതിയ സെമിനാറുകൾ വരുമ്പോഴും പുതിയ എന്താണ് വർക്ക്ഷോപ്പുകൾ വരുമ്പോഴും പോയി അറ്റൻഡ് ചെയ്ത് ടീച്ചർ എന്ത് ചെയ്യുക? ടീച്ചറുടെ നോളജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. എഫക്റ്റീവ് ടീച്ചർ എന്ത് ചെയ്യും? റെക്കഗ്നൈസ് ടു എന്താണ് ഇമ്പോർട്ടൻസ് ടു കണ്ടിന്യൂ ലേണിംഗിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പ്രൊഫഷണൽ ഡെവലപ്മെന്റിനും വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കും അദ്ദേഹത്തിന്റെ ടീച്ചിങ് പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻകറേജിങ് ദ ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഓൺഗോയിങ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങിനെ ഒക്കെ എൻകറേജ് ചെയ്യും. അതുപോലെ റിഫ്ലക്സിംഗ് ദ ടീച്ചിങ് എക്സ്പീരിയൻസ് ടു ഐഡന്റിഫൈ ദ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ്. ഏത് ഏരിയയിലാണ് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ ഏരിയ ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട് ശ്രമിക്കും. ആൻഡ് എന്താണ് staying informed about the new teaching methodologies and educational research. എഡ്യൂക്കേഷണൽ റിസർച്ചുകളൊക്കെ കണ്ടക്ട് ചെയ്ത് പുതിയ മെത്തഡോളജികളൊക്കെ പഠിച്ച് ഏത് ഏരിയ ആണോ ഇംപ്രൂവ് ചെയ്യേണ്ടത് ആ ഏരിയ ഇംപ്രൂവ് ചെയ്ത് മാക്സിമം എക്സ്പ്ലോഷൻ ഉണ്ടാക്കാനായിട്ട് ആര് ശ്രമിക്കും? ടീച്ചേഴ്സ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ആസ് എ ലേണർ എന്നുള്ള റോളാണ്. ഇനി അടുത്താണ് ടീച്ചർ ആസ് എ സോഷ്യൽ ഏജന്റ്. ടീച്ചർ ഒരു സോഷ്യൽ ഏജന്റിൽ ഒരു സോഷ്യൽ എഞ്ചിനീയർ എന്നുള്ള റോൾ നിർവഹിക്കുന്നുണ്ട്. ടീച്ചർ കോൺട്രിബ്യൂട്ട് ദ സോഷ്യൽ ചേഞ്ച് ബൈ പ്രൊമോട്ടിംഗ് ദ സോഷ്യൽ വാല്യൂ. കുട്ടികളിൽ സോഷ്യൽ വാല്യൂസും കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്ങും റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൺഷിപ്പും ഒക്കെ സ്റ്റുഡൻസിൽ ക്രിയേറ്റ് ചെയ്യിച്ച് ഒരു സോഷ്യൽ എഞ്ചിനീയർ ആയിട്ട് ഒരു സോഷ്യൽ ചേഞ്ചസ് അല്ലെ സൊസൈറ്റിക്ക് ഉതകുന്ന രീതിയിൽ സോഷ്യൽ വാല്യൂസ് ക്രിയേറ്റ് ചെയ്ത് കുട്ടികളെ ബിഹേവ് ചെയ്തെടുക്കാനായിട്ട് ടീച്ചർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടീച്ചർ നിർവഹിക്കുന്ന റോൾ എന്താണ്? ടീച്ചർ ആസ് എ സോഷ്യൽ ഏജന്റ് അല്ലെ. ടീച്ചിങ് ആൻഡ് എന്താണ് മോഡലിംഗ് represent for diversify and inclusions, encouraging the civic engagement അല്ലെ സൊസൈറ്റിയോട് അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് കൂടുതലായിട്ടും കുട്ടികളെ ഇൻവോൾവ് ചെയ്യുന്നത്. നമുക്കറിയാം സ്കൂളുകളിൽ NSS NCC ഒക്കെ പോലുള്ള പ്രവർത്തനങ്ങൾ കണ്ടക്ട് ചെയ്ത് സൊസൈറ്റിയുമായിട്ട് കുട്ടികളെ കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ടീച്ചർ നിർവഹിക്കുന്ന റോൾ എന്ന് പറയുന്നത് എന്താണ്? ടീച്ചർ ആസ് എ സോഷ്യൽ എഞ്ചിനീയർ അല്ലെ സോഷ്യൽ ഏജന്റ് അഡ്രസ്സിംഗ് ദ സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ഫാസ്റ്ററിംഗ് ദ ക്രിട്ടിക്കൽ അവയർനെസ്. അവർ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ് എന്താണ് അതിനുള്ള അവയർനെസ്
അവയർനെസ്. ഇപ്പം നമുക്കറിയാം വയനാട് ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഒക്കെ നൽകുന്നില്ലേ, അവരതിനുവേണ്ടി ഇറങ്ങിയില്ലേ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന എന്താണ്, സൊസൈറ്റിയുമായിട്ട് കുട്ടികൾക്ക് ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ടീച്ചർ അവിടെ നിർവഹിക്കുന്ന റോൾ ഏതായിരുന്നു, സോഷ്യൽ എഞ്ചിനീയർ. അടുത്തതാണ് ടീച്ചർ ആസ് ആൻ ഇന്നവേറ്റർ. ഇന്നവേറ്റർ എന്നുള്ള ഒരു റോൾ ആര് നിർവഹിക്കുന്നുണ്ട്, ടീച്ചർ നിർവഹിക്കുന്നുണ്ട്. ടീച്ചർ ബീങ് എ ക്രിയേറ്റീവ് ആൻഡ് ഇന്നവേഷൻ ടു ദ ക്ലാസ് റൂം ബൈ ഇംപ്ലിമെന്റിംഗ് ദ ന്യൂ ഐഡിയാസ് ആൻഡ് അപ്രോച്ചസ് ടു എൻഹാൻസ് ദ ലേണിംഗ് എക്സ്പീരിയൻസ്. ടീച്ചർ ബീങ് എ ക്രിയേറ്റീവ്, പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ടീച്ചേഴ്സ് അവിടെ കൊണ്ടുവരാറുണ്ട്, ക്ലാസ് റൂമിൽ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. ഇതിനു വേണ്ടി കൂടുതൽ കുട്ടികളുടെ അറ്റൻഷൻ കിട്ടാനും അതിലൂടെ കുട്ടികൾക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് വളരെയധികം ഡെവലപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ടീച്ചർ അവിടെ നിർവഹിക്കുന്ന റോൾ ഏതാണ്, ടീച്ചർ ആസ് ആൻ ഇന്നവേറ്റർ എന്നുള്ള റോളാണ്. അവിടെ എക്സ്പെരിമെന്റിംഗ് ദ എന്താണ് ന്യൂ മെത്തേഡ്സും പുതിയ ടെക്നോളജീസും ഒക്കെ ടീച്ചേഴ്സ് എന്ത് ചെയ്യാണ്, എക്സ്പെരിമെന്റ് ചെയ്യാണ്. അതുപോലെ ഡെവലപ്പിംഗ് ദ ക്രിയേറ്റീവ് സൊല്യൂഷൻ ടു എഡ്യൂക്കേഷൻ ചലഞ്ചസ്. എഡ്യൂക്കേഷൻ ഉണ്ടാകുന്ന ചലഞ്ചസ് ഒക്കെ വളരെ ക്രിയേറ്റീവ് ആയിട്ട് അതിനൊക്കെ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ എൻകറേജ് ദ സ്റ്റുഡൻസ് ടു തിങ്ക് ദ ക്രിയേറ്റീവ് ആൻഡ് ഇന്നവേഷൻസി. ക്രിയേറ്റീവായിട്ടും ഇന്നവേറ്റീവായിട്ടും സ്റ്റുഡൻസിന്റെ പ്രോബ്ലത്തിനും ഒക്കെ സൊല്യൂഷൻ കണ്ടെത്തി അവരെ എൻകറേജ് ചെയ്യിക്കാനായിട്ടൊക്കെ നോക്കുകയൊക്കെയാണ് എങ്കിൽ അവിടെ ടീച്ചർ നിർവഹിക്കുന്ന റോൾ ഏതാണ്, ടീച്ചർ ആസാൻ ആരാണ്, ഇന്നവേറ്റർ. അടുത്ത നോക്കിയേ, ടീച്ചർ ആസ് എ കൊളാബറേറ്റർ. ടീച്ചർ ആസ് എ കൊളാബറേറ്റർ എന്നുള്ള റോൾ എന്ന് പറഞ്ഞാൽ ടീച്ചർ വർക്ക് ആസ് എ കൊളാബറേറ്റീവ് വിത്ത് ദ കൊളീഗ്സ്, പേരൻസ് ആൻഡ് കമ്മ്യൂണിറ്റി ടു സപ്പോർട്ട് ദ സ്റ്റുഡൻസ് ലേണിംഗ് ആൻഡ് വെൽബീയിങ്. സ്റ്റുഡൻസിൻ്റെ ലേണിങ്ങിനും വെൽബീയിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് എന്താണ് സ്റ്റുഡൻസ് ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റിയോടും പേരൻസിനോടും അല്ലെങ്കിൽ കൊളീഗ്സിനോടും ഒക്കെ കണക്ട് ചെയ്ത് കൊളാബറേറ്റ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ അവിടെ ടീച്ചർ നിർവഹിക്കുന്ന റോൾ ഏതാണ്, ടീച്ചർ ആസ് എ കൊളാബറേറ്റർ എന്ന് പറയുന്ന റോളാണ്. പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ടീം ടീച്ചിങ്ങിനും കൊളാബറേറ്റീവ് ലേണിങ്ങിലും കൊളാബറേറ്റീവ് പ്ലാനിങ്ങിലും ഒക്കെ ടീച്ചറെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റിംഗ് എഫക്റ്റീവ്ലി വിത്ത് പേരൻസുമായിട്ടും സ്റ്റുഡൻസിന്റെ പ്രോഗ്രസ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ക്ommunity സർവീസിനകത്ത് ടീച്ചേഴ്സ് എൻഗേജ്ഡ് ആകുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് എന്നാണ് കൊളാബറേറ്റർ എന്നുള്ള ഒരു റോളാണ് നിർവഹിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇവിടെ നോക്കിയേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് എ ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ. ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള റോൾ ആണ് എങ്കിൽ താഴെ പറയുന്ന ഏതാണ്, പ്രൊവൈഡിങ് ദ സ്റ്റുഡൻസ് വിത്ത് ഓൾ ദ ഇൻഫർമേഷൻ ദേ നീഡഡ് ടു ലേൺ ആണോ, എൻകറേജിങ് ദ സ്റ്റുഡൻസ് ടു മെമ്മറൈസ് ദ ഫാക്ട്സ് ആണോ, ക്രിയേറ്റിംഗ് ആൻ എൻവയോൺമെന്റ് ഫോർ ആക്റ്റീവ് ലേണിംഗ്. നമുക്കറിയാം ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ക്രിയേറ്റിംഗ് ആൻ എൻവയോൺമെന്റ് അല്ലെ. ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. നമ്മൾ പഠിച്ചതാണ്, ആസ് എ ഫെസിലിറ്റേറ്റർ എ ടീച്ചർ റോൾ ഈസ് ടു ക്രിയേറ്റ് ആൻ എൻവയോൺമെന്റ് വേർ ദ സ്റ്റുഡൻസ് ആക്റ്റീവ്ലി എൻഗേജ് ഇൻ ലേണിംഗ് പ്രോസസ് റാദർ ദാൻ ദ പാസീവ് റിസീവിംഗ് ഇൻഫർമേഷൻ. ദിസ് ഇൻവോൾവ്സ് ദ എൻകറേജിംഗ് ഡിസ്കഷൻസ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ് ആക്ടിവിറ്റി. And next question നോക്കിയേ, what is the key responsibility of a teacher in the role of a mentor എന്നുള്ള രീതിയിൽ ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, പ്രൊവൈഡിങ് ഇമ്മീഡിയറ്റ് ആൻസർ ടു ഓൾ ക്വറീസ് ആണോ, അല്ല, ഓഫറിംഗ് ദ പേഴ്സണലൈസ്ഡ് സപ്പോർട്ട്സ് ആൻഡ് ഗൈഡൻസ് അല്ലെ. മെന്റർ എന്നുള്ള രീതിയിലാണെങ്കിൽ എന്താണ്, ഓഫറിംഗ് ദ പേഴ്സണലൈസ്ഡ് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ആസ് എ മെന്റർ എ ടീച്ചർ പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് ടു സ്റ്റുഡൻസ്, helping them with the academic, personal and career related decision. And next question, which role of a teacher involves organizing and managing the classroom activities effectively? Organizing and managing classroom activity, teacher as a manager alle, teacher as a manager alle. In a managerial role, a teacher organizes and manages the classroom activities, time and resources to create an effective and productive learning environment. അടുത്ത നോക്കിയേ, ആസ് എ സോഷ്യൽ ഏജന്റ് എ ടീച്ചർ ഈസ് എക്സ്പെക്ടഡ് ടു. ടീച്ചർ ഒരു സോഷ്യൽ ഏജന്റ് എന്നുള്ള റോൾ ആണെങ്കിൽ ഫോക്കസ് സ്ലോലി ഓൺ ഡെലിവറിംഗ് ദ സബ്ജക്ട് കണ്ടന്റ് ആണോ, എൻകറേജിംഗ് ദ സിവിക് എൻഗേജ്മെന്റ് അല്ലെ, സിവിക് എൻഗേജ്മെന്റ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, വളരെ സിമ്പിൾ ആണ്. തിയറി ഇങ്ങനെ പറയുമ്പോൾ ബോർ അടിച്ചിരിക്കും, അയ്യോ ഇതെന്താ ഇതെന്ന് ഓർക്കും. പക്ഷേ MCQs വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ തിയറി കേട്ടിരുന്ന് പോയ ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് വരും. എ സോഷ്യൽ ഏജന്റ് ടീച്ചർ പ്രൊമോട്ട്സ് ദ സോഷ്യൽ വാല്യൂസ്, കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പ് എമംഗ് ദി സ്റ്റുഡൻസ്. അടുത്ത നോക്കിയേ, വാട്ട് ഡസ് ദ റോൾ ഓഫ് എ ടീച്ചർ ആസ് ആൻ ഇന്നവേറ്റർ ഇൻവോൾവ്സ്. ടീച്ചർ ഒരു ഇന്നവേറ്റർ എന്നുള്ള രീതിയിലാണെങ്കിൽ എന്താണ്, റിപ്പീറ്റിംഗ് ദ സെയിം ടീച്ചിങ് മെത്തേഡ് ആണോ, അല്ല, ഫോളോവിങ് എ സ്ട്രിക്റ്റ് കരിക്കുലം ആണോ, അല്ല, എക്സ്പെരിമെന്റിങ് ന്യൂ ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് ടെക്നോളജീസ്, അതല്ല ഇന്നവേറ്റർ എന്നുള്ള റോള് വരുമ്പോൾ. അടുത്തത് നോക്കിയേ,
അവിടെ നോക്കുക, ആൻ ഇന്നോവേറ്റർ എ ടീച്ചർ ബീങ്സ് ദ ക്രിയേറ്റിവിറ്റി ടു ദ ക്ലാസ് റൂം ബൈ ട്രൈയിങ് ഔട്ട് ദ ന്യൂ ടെക്നോളജി മെത്തേഡ്സ് ആൻഡ് innovating technology to enhance the learning experience. And അടുത്ത നോക്കിയേ, the role of a counselor, what is one of the teacher's responsibility? Grading the students assignment. Counselor എന്നുള്ള റോളാണ്, ഗ്രേഡിംഗ് ആണോ? അല്ല. Providing the support during the emotional or personal, അല്ലേ? പേഴ്സണൽ ഡിഫിക്കൽട്ടീസോ ഇമോഷണൽ ഡിഫിക്കൽട്ടീസോ വരുമ്പോഴത്തേക്കും അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. കൗൺസിലർ എന്നുള്ള റോളിൽ വരുമ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആസ് എ കൗൺസിലർ എ ടീച്ചർ ഹെൽപ്സ് ടു അഡ്രസ് ദ ഇമോഷണൽ ആൻഡ് social need of the students, providing the support during the personal difficulties, recognizing the behavior issues and referring the students to professional counselors when necessary. അടുത്തത് നോക്കിയേ, which of the following role involves creating a learning environment that promotes the independent thinking and problem solving? Independent thinking ഉം problem solving ഉം വരുന്ന ഏതിലാണ്? Independent thinking ഉം problem solving ഉം. ടീച്ചർ ആസ് എ നോളജ് പ്രൊവൈഡർ ആണോ? അല്ല. ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ ആണോ? ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ ആണ്, അല്ലേ? ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ വരുമ്പോഴാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള തിങ്കിങ്ങും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങും വരുന്നത്, അല്ലേ? The facilitator create the environment that encourages the students to actively engage in learning process, promoting independent thinking and പ്രോബ്ലം സോൾവിങ്. മക്കളെ മനസ്സിലായോ? നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പഠിച്ചത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 5-6 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു. ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ MCQs ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഈ സൈക്കോളജി അല്ലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒക്കെ തിയറി കേട്ടിരിക്കാൻ ഭയങ്കര ബോറാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ണടച്ചിങ്ങനെ കേട്ടങ്ങ് ഇരിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? MCQs വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. കൃത്യമായി പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും. മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.